കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 102ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദ ബുക്ക് ഓഫ് ആക്ട്സ് നാം പഠിച്ചുകൊണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 17ാമത്തെ അധ്യായം വരെ പഠിച്ചു തീർക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് 18ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 28 വാക്യങ്ങളുള്ള ഈ അധ്യായം ഒരു ദിവസം കൊണ്ട് നമുക്ക് ചിന്തിച്ച് തീർക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രത്യേകിച്ച് 18, 19 അധ്യായങ്ങളിലൊക്കെ നിറയെ കോൺട്രാവേർഷ്യൽ വിഷയങ്ങൾ ഉള്ള ഒരു അധ്യായങ്ങളാണ്. അതുകൊണ്ട് ഒരല്പം സമയം കൂടുതലെടുക്കും. മോസ്റ്റ് ലൈക്ലി 2 ദിവസം കൊണ്ട് ഇത് ചിന്തിച്ച് പഠിച്ച് തീർക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൊണ്ട് മിക്കവാറും ഇത് തീർത്ത് 19ാമത്തെ അധ്യായത്തിലേക്ക് കയറാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. 17ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ചതിൽ നമുക്കിതുവരെ യാതൊരു സംശയങ്ങളും ബാക്കി നിൽപ്പില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോവുകയാണ്. 18ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ അഥേനയിലായിരുന്ന പോൾ ഏഥൻസിൽ പൗലോസ് അപ്പോസ്തലൻ ഏഥൻസിൽ നിന്നും കൊരിന്തിലേക്ക് വരികയാണ്. കൊരിന്തിൽ എത്തിച്ചേർന്നു. അഥേനയിലെ പ്രവർത്തനം എതിർപ്പിലും പരിഹാസത്തിലും കലാശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വലിയ അത്ഭുതങ്ങളോ വലിയ വീര്യപ്രവൃത്തികളോ ഒന്നും നടക്കുന്നില്ല. അവിടെ ഒരു സഭയോ കൂടിവരവോ സ്ഥാപിക്കുന്നില്ല. ഒരു ചിലര് പൗലോസിന്റെ പ്രസംഗം വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞു. 1-2 പേരൊക്കെ വിശ്വസിച്ചു എന്നുള്ളതിൽ കഴിഞ്ഞ് അഥേനയിൽ തന്റെ അറിവും കഴിവും തത്വജ്ഞാന ചിന്തകളും ഫിലോസഫിയും കവിവരന്മാരുടെ പാട്ടുകളും ഒക്കെ ഉദ്ധരിച്ച് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ നോക്കിയെങ്കിലും വലിയ വിജയമായിരുന്നില്ല. അതുകൊണ്ട് താൻ അവിടെ നിന്നും ഏഥൻസിൽ നിന്ന് കൊരിന്തിലേക്ക് തിരിക്കുകയാണ്. കൊരിന്ത് എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റേഴ്സ് 80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു തുറമുഖ പട്ടണമാണ്, ഒരു പോർട്ട് സിറ്റി. അതിന്റെ ഒരു സൈഡിൽ കെങ്ക്രയ എന്നും മറ്റേ സൈഡിൽ ലക്കായിം എന്നും പറയുന്ന 2 വലിയ പട്ടണങ്ങൾ ഉള്ള ഒരു വലിയ മുനമ്പാണ്. എന്താ പറയുന്നത്, ഒരു പോർട്ട് സിറ്റിയാണ്. ആ പോർട്ട് സിറ്റി എന്ന് പറയുമ്പോഴത്തേന് അതങ്ങനെ ഒരു മുനമ്പ് മാതിരി കടലിലേക്ക് ഇറങ്ങിക്കിടക്കുകയും വലിയൊരു കടലിടുക്ക് അതിന്റെ 2 സൈഡിലും കപ്പലുകൾ വന്ന് നിർത്തുകയും അതിന് എന്താ പറയുന്നത് അതിന്റെ പോർട്ട് ആയിട്ട് അതിനെ ഉപയോഗിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടന ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കൊരിന്ത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഭൗതികമായിട്ട് വളരെ എന്താ പറയുന്ന ഒരു റിച്ച് സിറ്റിയാണ്. അതിന്റെ ഒരു സൈഡാണ് കെങ്ക്രയ എന്ന് പറയുന്നത്, മറ്റേ സൈഡാണ് ലക്കായിം എന്ന് പറയുന്നത്. 2 സൈഡും ഇത് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരത്തിൽ അങ്ങനെ നിൽക്കുകയും 2 സൈഡിലും ഷിപ്പുകൾക്ക് വന്ന് നിൽക്കുകയും അവിടെ നിന്നും ചരക്കിറക്കുകയും ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീസിലെ ഒരു റിച്ചസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. റിച്ചസ്റ്റ് ആയതിനാൽ തന്നെ അത് പല കാര്യങ്ങൾക്കും വളരെ ഫേമസ് ആണ്. എല്ലാ തരത്തിലുള്ള അസാൻമാർഗിക നടപടികളും സംഗതികളും ഉള്ള ഒരു സ്ഥലം, ഓൾ കൈൻഡ് ഓഫ് ഇമ്മോറാലിറ്റീസ്. അതുപോലെ തന്നെ അഥേന വലിയൊരു റിച്ച് സിറ്റി ആയത് കാരണം അഥേന അവിടെ അഫ്രഡൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. അഫ്രഡൈറ്റിസിന്റെ ഒരു വലിയ സ്റ്റാച്യൂവും വലിയ ആരാധനയും നടക്കുന്ന സ്ഥലം. ആ ഒരു ടെമ്പിൾ വളരെ ഫേമസ് ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000കണക്കിന് ദേവദാസികൾ ആ ടെമ്പിളിലുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ ആരാധനയുടെ ഒരു ഭാഗമാണ്. എല്ലാ തരത്തിലുള്ള ഫോണിക്കേഷൻസ്, വിഞ്ച് ക്രാഫ്റ്റ്, ഓൾ കൈൻഡ് ഓഫ് ഇമ്മോറാലിറ്റീസ് ആ ദേശത്ത് അങ്ങനെ വളരെ ഫേമസ് ആക്കിയിരിക്കുന്നത് ഈ വിഷയങ്ങളിലാണ്. അപ്പോൾ തന്നെ വളരെ റിച്ച് സിറ്റിയാണ്. ഗ്രീസിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ കൊരിന്ത് അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ്. കൊരിന്തിലെ ഈ അസാൻമാർഗികത എല്ലായിടത്തും വളരെ ഫേമസ് ആണ്. പ്രത്യേകിച്ച് ഈ അഫ്രഡൈറ്റിസിന്റെ ടെമ്പിളും അതിലെ പ്രോസ്റ്റിറ്റ്യൂഷനും ഒക്കെ വളരെ ഫേമസ് ആണ്. അങ്ങനത്തെ ഒരു സ്ഥലം ഏകദേശം എഫെസോസ് മാതിരി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സുവിശേഷകന് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ സുവിശേഷം പറയാൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊരിന്ത്. എഫെസോസിൽ കാണുന്നതിന്റെ വേറൊരു പതിപ്പാണ് കൊരിന്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കൊരിന്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കണം, ക്ലൗഡിയസ് കൈസർ റോം ചക്രവർത്തിയായിട്ട് വാഴുകയാണ്. അദ്ദേഹം ഏകദേശം AD 41 മുതൽ 54 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് റോമിൽ ക്ലൗഡിയസ് ചക്രവർത്തിയായിട്ടിരുന്നത്. തന്റെ കാലഘട്ടത്തിലാണ് താൻ ഒരു ഡിക്രി, ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. യഹൂദന്മാർ റോമ നഗരം വിട്ടു പോകണം എന്ന കൽപ്പന. അത് കാരണം യഹൂദന്മാരെല്ലാം റോം വിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ അവിടെ നിന്നും റോം വിട്ടു പോയ ഒരു യഹൂദ ഫാമിലിയാണ് അക്വിലാസും പ്രിസ്കില്ലയും. ഈ ഒരു കുടുംബം അങ്ങനെ റോമിൽ നിന്ന് മാറി പോകേണ്ടതായിട്ട് വന്നു. കാര്യം റോമക്കാരെല്ലാം
യഹൂദന്മാരെല്ലാം റോം വിട്ടു പോകണം എന്നുള്ള ഒരു കൽപ്പന നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു. ഇവർ ആക്ച്വലി ടർക്കിക്കാരാണ്. ടർക്കിയിലെ ബിദുനിയ പൊന്തോസ് എന്ന് പറയുന്ന സ്ഥലം, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് മാപ്പ് ഒരിക്കൽ കൂടി കാണിക്കാം, പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഇതാണ് ബിദുനിയ, ഈ ടർക്കിയിലെ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നത് ബിദുനിയ പൊന്തോസ്. ഇവിടാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ താൻ ഇവിടെയാണ് ഓൾമോസ്റ്റ് ഈ ഭാഗങ്ങളിലായിട്ടായിരുന്നു തന്റെ പ്രവർത്തനം നടന്നിരുന്നത്. ബിദുനിയ, പൊന്തോസ്, ഗലാത്തിയ. പത്രോസ് 1:1 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഇതാണ് ബിദുനിയ പൊന്തോസ്. ഈ പൊന്തോസുകാരൻ ഒരു യഹൂദനാണ്. ഈ യഹൂദന്മാരിൽ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നിങ്ങൾക്ക് ഇതിനോടകം അത് അറിയാം. കാര്യം യഹൂദന്മാർ ലോകം മുഴുവനും ചിതറിപ്പാറിക്കാൻ എല്ലായിടത്തും യഹൂദന്മാരുണ്ട്. ഇത് ടർക്കിയില് ഒരു ടർക്കി എന്താ പറയുക, ഒരു ടർക്ക് ആളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമം ഒരു യഹൂദൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അവരിവിടെ മുഴുവനും ചിതറിപ്പാറുകയാണ്, ലോകം മുഴുവൻ ചിതറിപ്പാറുക. അങ്ങനത്തെ പൊന്തോസുകാരനായ അക്വിലാസും പ്രിസ്കില്ലയും ഇവരിവിടെ സെറ്റിൽ ആയിരുന്നത് ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിലെ റോമിലാണ്. ഇതാണ് റോം. ഇവിടെ റോമിലായിരുന്നു ഇവരെ സെറ്റിൽ ആയിരുന്നത്. എന്നാൽ റോമിൽ നിന്ന് യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ട് പോകണം എന്നുള്ള ക്ലൗഡിയസ് കൈസറിന്റെ കൽപ്പന നിൽക്കുന്നതിനാൽ അവർ അവിടെ നിന്നും റോമിൽ നിന്നും കൊരിന്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കൊരിന്ത്. നമുക്കറിയാം അഖായ പ്രദേശങ്ങൾ എന്ന് പറയുന്നതും മക്കതോനിയ, ഗ്രീസിന്റെ സതേൺ ഗ്രീസ് ആണ് ഈ അഖായ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ നിന്ന്, ഏഥൻസിൽ നിന്ന് കൊരിന്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കൊരിന്തിൽ ഈ അക്വിലാസും പ്രിസ്കില്ലയും റോമിൽ നിന്നും അവരും കൊരിന്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ആ ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ നിങ്ങൾക്ക് പിടികിട്ടി മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്വിലാസും പ്രിസ്കില്ലയും ഇവിടെ എത്തിച്ചേർന്നത് അവരുടെ സമ്പാദ്യവും അവരുടെ വീടും അവരുടെ ജോലിയും അവരുടെ ബിസിനസ്സുകളൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ നിരാശരായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ നാളായിട്ട് റോമിൽ സെറ്റിൽ ആയിരുന്നവരാണ്, ഒരു യങ് ഫാമിലിയാണ്. എന്നാൽ അവരവിടെ നിന്നും കൊരിന്തിൽ എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടല്ല, എന്നാൽ അവിടെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കും എന്നുള്ളൊരു പ്രത്യാശയിലാണ് അവർ അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലനെ ഇവർ ഒന്നിച്ച് കാണുകയും അവരുടെയും പൗലോസ് അപ്പോസ്തലന്റെയും ജോലി ഒന്നാകൊണ്ട് ഒന്നിച്ച് അവർ കൂടി കാണുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് കൂടാരപ്പണിയാണ്, ടെന്റ് മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പോളിന് ഇവരോടൊപ്പം ചേർന്ന് താമസിക്കുവാനായിട്ടും ഇവരോടൊപ്പം ആയിരിക്കുവാനായിട്ടും അവസരം ലഭിച്ചു. ഇവിടെ നമുക്കറിയാം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നമുക്കെല്ലാം ആശ്വാസം പകരുന്ന ഒരു വാക്യമാണ്. പലപ്പോഴും നമ്മളെല്ലാവരും വായിച്ച് സന്തോഷിക്കാറുള്ള വാക്യമാണ്. അതിതാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി ദേശം വിട്ട്, രാജ്യം വിട്ട്, വീട് വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പ്രയാസത്തിൽ അവരായി. അങ്ങനെയാണ് അവർ കൊരിന്തിലെത്തിയെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ അവരവിടെ കൂടി കാണുവാനും തന്നിലൂടെ ദൈവിക അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കുവാനും ആ കുടുംബത്തിന് ദൈവം സഹായിച്ചു. ഏകദേശം ഇവർ രണ്ടുപേരും ഒരേ തൊഴിൽ ചെയ്തിരുന്നത് കൊണ്ട് ഒന്നിച്ച് താമസിക്കാൻ ഇടയാവുകയും പൗലോസ് അപ്പോസ്തലന്റെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഊഹിക്കുവാൻ കഴിയും. എത്രമാത്രം ഇൻഫർമേഷൻസ് ഡേ ആൻഡ് നൈറ്റ് അവരോടൊപ്പം താൻ പങ്കിടുന്നുണ്ടായിരുന്നു എന്ന്. തന്നോടൊപ്പം ജയിലിൽ കിടന്നിരുന്ന ജയിലിൽ കിടത്തുമ്പോൾ തന്നെ ജയിലറുടെ കയ്യിൽ ഒരു സൈഡിൽ ആ ഒരു ഹാൻഡ് കഫ് ഇടുമ്പോൾ ഒരു സൈഡ് ജയിലറുടെ കയ്യിലുണ്ടാവും. അവർ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി അത്ര ഒരു പ്രത്യേക കരുതലിലാണ് ഓരോ വാർഡന്മാരും ഓരോ ജയിലർമാരും മാറി വരുന്നത്. അങ്ങനെ നിൽക്കുന്നവരോട് ജയിലിൽ തന്നെ സുവിശേഷം പറഞ്ഞ് ജയിലിൽ തന്നെ ആരാധന ആരംഭിച്ചിട്ടുള്ള ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ഇവിടെ അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും കൂടെ താമസിക്കുമ്പോൾ, അവരുടെ വീട്ടിൽ താൻ ആയിരിക്കുമ്പോൾ എന്തും മാത്രം തൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ആ ദൈവസ്നേഹം അവരുടെ ഇടയിൽ പകർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ കാലക്രമേണ കുറച്ച് ദിവസങ്ങൾക്കകം അവർ ആ വിശ്വാസത്തിലേക്ക് വരികയും ആ സത്യം അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് ഒരു ഹൃദയ വിശാലത ദൈവം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പൗലോസിനോടൊപ്പം ചേർന്ന് പിന്നുള്ള ദിവസങ്ങളിൽ അവർ സിനഗോഗുകളിൽ പോകുമ്പോൾ അവിടെ താന് യേശു തന്നെ ക്രിസ്തു എന്ന് വാദിച്ച് യഹൂദന്മാരുടെ മുന്നിൽ തെളിയിക്കുന്നതും തൻ്റെ ആ പ്രാഗൽഭ്യവും തൻ്റെ ആ അറിവും തൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവിക നിശ്ചയവും ഒക്കെ കണ്ട് അനുദിനം ഓരോ ദിവസവും അവരത് കണ്ട് വരികയായിരുന്നത് കാരണം വളരെ ദൃഢ നിശ്ചയം അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി.
ഒരു അങ്ങനെ അവസാനം പൗലോസിന്റെ കൂടെ ഏറ്റവും ശക്തമായിട്ട് നിന്ന ദമ്പതിമാരിൽ ഒരു ഗ്രൂപ്പ് ആയിരുന്നു, ഒരു ദമ്പതി ആയിരുന്നു ഈ പ്രിസ്കില്ലയുടെയും അക്വിലാസിന്റെയും കുടുംബം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ കണ്ടില്ലേ, ക്രിസ്തുവേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവേൻ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ, ഇതിനുശേഷം റോമ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഇവർ തിരിച്ചു പോകുവാനായിട്ടിടയായി. ഇവർ ഏറെക്കുറെ ചില നാളുകൾ പൗലോസിനോടൊപ്പം കൊരിന്തിലുണ്ടായിരുന്നുവെങ്കിലും ഒരു 1.5-2 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പോൾ അവിടെ നിന്നും പോകുമ്പോൾ ഇവരെ എഫെസോസിൽ കൊണ്ടാക്കുവാനായിട്ടിടയായി. ഇവർ എഫെസോസിലായിരുന്നപ്പോൾ അവിടെ ഒരു ആരാധന ആരംഭിച്ചു. ഇവരുടെ ഭവനത്തിൽ ഒരു കൂടിവരവ് ആരംഭിക്കുവാനും അനേകർക്ക് ഇവരൊരു ആശ്വാസമായി തീരുവാനും ഇടയായി. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അപ്പല്ലോസ് എന്നൊരു വ്യക്തി അവിടെ വരുന്നതായിട്ടും അപ്പല്ലോസിനെ പ്രിസ്കില്ലയും അക്വിലയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിലെ ആരാധനയിലും അവിടെ വെച്ച് തനിക്ക് വചനം കൂടുതൽ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനുശേഷം എഫെസോസിൽ നിന്നും അവർ തിരിച്ച് ആ യഹൂദന്മാർക്ക് തിരികെ റോമിൽ വരാം എന്നുള്ള ആ ഒരു ഡിക്രിയുടെ സീരിയസ്നെസ്, അതായത് ക്ലൗഡിയസ് കൈസറിന്റെ മരണശേഷമോ വാഴ്ചയ്ക്ക് ശേഷമോ ആയിരിക്കാം അവർ തിരിച്ചും റോമിൽ എത്തുന്നതായിട്ട് നമുക്കറിയാം. റോമിൽ വീണ്ടും അവരുടെ ഭവനത്തിൽ ആരാധന ആരംഭിക്കുന്നതായിട്ട് നമുക്കറിയാം. ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിന്ന പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയ സ്വർഗീയ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും ശക്തരായ ദമ്പതികളിൽ ഒരു കൂട്ടരാണ് ഈ അക്വിലാസും പ്രിസ്കില്ലയും. ആ സഭയ്ക്ക്, അതായത് റോമിലെ സഭയ്ക്ക് അവസാനമായിട്ട് പോൾ ലേഖനം എഴുതി 16-ാം അധ്യായത്തിൽ ചിലർക്ക് നന്ദി പറയുമ്പോൾ ഇവരെ പ്രത്യേകം ഓർക്കുകയാണ്. ഇവരോട് പറയുന്നത് കണ്ടില്ലയോ, ക്രിസ്തുവേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ, ഞാനത് പ്രൊജക്ട് ചെയ്യാം, ക്രിസ്തുവേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവേൻ. അടുത്ത വാക്കിൽ പറയാണ്, അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അത്ര ആത്മാർത്ഥതയോടെ പൗലോസിനോടൊപ്പം നിന്ന ഒരു ദമ്പതികളാണ് ഇവര്. കാര്യം പോൾ അനുഭവിച്ച അനേക പ്രതിസന്ധികളുണ്ട്. എല്ലാം ഒന്നും പോളിന്റെ ലേഖനത്തിൽ വിവരിച്ചിട്ടില്ല. 2 കൊരിന്ത്യർ എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊരിന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നു എന്ന് അവരോട് പറഞ്ഞെങ്കിലും ആ സമയത്ത് പോളിന് അവിടെ പോകുവാൻ കഴിഞ്ഞില്ല. മക്കതോനിയയിൽ നിന്നും കൊരിന്തിലേക്ക് പോകുവാൻ കഴിയാത്ത വണ്ണം, എഫെസോസിൽ നിന്നും മക്കതോനിയയിൽ എത്തുവാൻ കഴിയാതെ വണ്ണം ഒക്കെ ഭയങ്കര പോരാട്ടം. മരിച്ചു പോകുമെന്ന് വിശ്വസിച്ച പല സ്ഥലങ്ങളുണ്ട്. ജീവൻ തിരിച്ചു കിട്ടത്തില്ല, കണ്ണിന് മുമ്പിൽ മരണം മുഖാമുഖം കണ്ട സമയങ്ങളുണ്ട്. അതുപോലെ പല പ്രതിസന്ധികളിൽ കൂടെ പോൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഓരോ ലേഖനങ്ങളും കർത്താവ് അനുവദിച്ച് പഠിക്കുവാൻ അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സാഹചര്യം അനുസരിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നാൽ ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അത്ര ആത്മാർത്ഥതയോടുകൂടി പോളിന്റെ കൂടെ ശുശ്രൂഷിച്ചവരാ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് വേറെ ഉലകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബൈ ചാൻസ് അവർ കഴുത്ത് വെച്ചു കൊടുത്ത് ഇവിടെ നിന്നും രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള കാര്യത്തിന് വളരെ കൃത്യത ഉണ്ട് എന്നുള്ളത് ഇതിനോടകം അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് പോളിന്റെ കൂടെ ശക്തമായിട്ട് അധ്വാനിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് പ്രിസ്കയുടെയും അക്വിലാവിന്റെയും ഫാമിലി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മാറുകയാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കൂടാണ് പൗലോസ് അപ്പോസ്തലൻ താമസിക്കുവാനായിട്ട് ദൈവം കൊരിന്തിൽ സാഹചര്യം ഒരുക്കിയത്. നമുക്ക് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കണം. 18-ാമത്തെ അധ്യായം നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു തുടങ്ങാം. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അനന്തരം അവൻ അഥേന വിട്ടു കൊരിന്തിൽ ചെന്നു. ഏഥൻസിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തന്റെ അറിവും കഴിവൊന്നും ഉപയോഗിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി ഞാൻ കൊരിന്തിൽ ഇരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി താൻ കൊരിന്തിലെത്തിയിരിക്കുകയാണ്. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണം എന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്തുകാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. ഇവിടെ അവരുടെ അടുക്കൽ ചെന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഘൂകരിച്ചിരിക്കുവാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവരെ കാണുവാൻ ഇടയാകുന്നത്. കാര്യം തൊഴിലൊന്നാകൊണ്ട് അവർ ഒന്നിച്ച് പാർക്കുവാനായിട്ട് ഇടയായി. 3-ാമത്തെ വാക്യം, തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോട് കൂടെ പാർത്തു, വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു പോന്നു. 5-ാമത്തെ വാക്യം, ശീലാസും തിമത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ്
വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. ഞാൻ അവിടെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ചില പ്രാരംഭമായിട്ട് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് മുന്നോട്ട് വരാം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി കൊരിന്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് അക്വിലാസിനെയും പ്രിസ്കിലയും കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അവര് വരാനുള്ള സാഹചര്യം നമുക്ക് മനസ്സിലായി. അവരുടെ തൊഴിൽ എന്തായിരുന്നു എന്ന് മനസ്സിലായി. അവരോട് ചേർന്ന് പൗലോസ് അപ്പോസ്തലൻ താമസിക്കുന്നു എന്ന് മനസ്സിലായി. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു, വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. പോള് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലാതെ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നിന്നും തെസ്സലോനിക്കയിലും ബെറോവയിലും അനുഭവിച്ച ഭയങ്കര പീഡനങ്ങളിൽ നിന്നും അതിനുശേഷം അഥേനയിലെത്തി അവിടുന്നുണ്ടായിരുന്ന ആ മനപ്രയാസത്തിൽ തന്നാല് ആവോളം അവിടെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രയാസത്തിലുമൊക്കെ ആയിട്ട് പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത്, ഞാൻ കൊരിന്ത്യ ലേഖനം 2-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, വളരെ ബലഹീനതയോടും ഭയത്തോടും നടുക്കത്തോടും കൂടി താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന് വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് വളരെ നടുക്കത്തോടും പ്രയാസത്തോടും കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെ കൊരിന്തിലെ ശുശ്രൂഷകൾ നടക്കും? എന്നാൽ യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി, കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി മാത്രം വിളംബരം ചെയ്യുവാൻ താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റ് സുവിശേഷകന്മാരുടെ ഒക്കെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത് ഭയങ്കര ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നത് പോലെ കൊരിന്തിൽ വലിയൊരു എന്താ പറയുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞു എന്ന് എനിക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 25,000-ഓളം വിശ്വാസികൾ കൊരിന്തിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി മാത്രം അറിയുന്നവനായി താൻ അവരുടെ ഇടയിൽ പ്രസംഗിച്ചുകൊണ്ടേ ആയിരുന്നു. 4-ാമത്തെ വാക്യം, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു പോരുന്നു. എന്താ പൗലോസ് ഇവിടെ ഇവരെ സമ്മതിപ്പിക്കുന്നത്? ഇവരെ സമ്മതിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു തന്നെ ക്രിസ്തു നിങ്ങൾ കാത്തിരുന്നതും നിങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഈ ആഗ്രഹിച്ച് കർത്താവ് വരുമ്പോൾ ഈ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരും, അത് പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളാണെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ആ ക്രിസ്തു, ഞാൻ പ്രസംഗിക്കുന്ന യേശു ആണ് എന്ന് അവരുടെ ഇടയിൽ അവരെ തെളിയിപ്പിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഈ സമയത്താണ് ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്നും തിരിച്ചെത്തുന്നത്. നമുക്കറിയാം, അവരെ ബെറോവയിൽ വിട്ടിട്ടാണ് പോൾ പോരുന്നത്. എന്നാൽ അവിടുത്തെ ശുശ്രൂഷ തികച്ച് എത്രയും പെട്ടെന്ന് അഥേനയിൽ എത്തണമെന്ന് പറഞ്ഞു. അവര് അഥേനയിലല്ല, കൊരിന്തിൽ തന്നെ വന്ന് കാണുവാനായിട്ടും ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു, യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ച് നിൽക്കുന്നത് കാണുവാനായിട്ടിടയായി. ഇവിടെയാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസും സിലനാസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതായത് പൗലോസും ശീലാസും തിമത്തിയോസും കൂടെ ചേർന്ന് അവർക്ക് എഴുതുന്ന ആദ്യത്തെ ലേഖനമാണ്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ആദ്യത്തെ ലേഖനം. അതിനെക്കുറിച്ച് ആ ലേഖനം മുഴുവനും പ്രതിപാദിക്കുന്നതിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാപണമാണ്, റാപ്ചർ എന്ന വിഷയത്തെ കുറിച്ചാണ് അവർക്ക് എഴുതുന്നത്. ഇവിടെ വെച്ചാണ് ആ ലേഖനം എഴുതുന്നതെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ്. 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ എതിർ പറയുകയും, യഹൂദന്മാരുടെ ഇടയിൽ യവനന്മാരുടെ ഇടയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്നവരോട് പറഞ്ഞു. ഇവിടെ ഞാൻ ഒരല്പസമയം നിൽക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ അവരോട് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അവര് തന്നെ ദുഷിക്കുകയും എതിർ പറയുകയും, താൻ പറയുന്നതിന് എതിർ പറയുകയും തന്നെ ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. ഈ വസ്ത്രം കുടയുക എന്ന് പറയുന്നത് അവരുടെ ഒരു കഷ്ടത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വസ്ത്രം വലിച്ചു കീറുന്ന ഒരു ഇടപാടുണ്ട്. അത് ഈ ദൈവദൂഷണം കേട്ട് കഴിയുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ വസ്ത്രം വലിച്ചു കീറുന്നത്. അതുപോലെ തന്നെ വസ്ത്രം കുടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല, എന്റെ കാലിലെ പൊടി ഞാൻ തട്ടുന്നു, നിങ്ങളുടെ രക്തം നിങ്ങളോട് തന്നെ, നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ, ദൈവം നിങ്ങളോട് തന്നെ ചോദിക്കും, ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്നുള്ളതിന്റെ സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണ് അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്നവരോട് പറഞ്ഞു.
ഇവിടെ ഞാൻ ഒരല്പം കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. ഇവർ എന്തുകൊണ്ടാണ് എതിർ പറയുകയും ദൂഷിക്കുകയും ചെയ്യുന്നത്? ഇവരാരാണ് ആക്ച്വലി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് പിക്ചർ അത് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അതിനുള്ള സമയം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൂടുതൽ പിക്ചർ സഹിതം കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് ടൈപ്പ് യഹൂദന്മാരുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒന്ന് ജന്മന യഹൂദനായവനും മറ്റേത് യഹൂദ മതാനുസാരിയായി യഹൂദനായവൻ, ജാതികളായിരുന്നവൻ, പ്രോസലൈസേഷനിൽ കൂടെ യഹൂദനായവൻ. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രണ്ട് യഹൂദന്മാരുണ്ട്. അവരെ രണ്ടുപേരെയും നമുക്ക് യഹൂദൻ എന്ന് തന്നെ അങ്ങ് വിശ്വസിക്കാം. ഒന്ന് ജന്മന ലഭിച്ചതും മറ്റേത് പ്രോസലൈസേഷൻ കൂടെ ലഭിച്ചതും. എങ്ങനെ ലഭിച്ചാലും അവർ യഹൂദനാണെന്ന് നമുക്ക് കരുതാം. എന്നാൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന രണ്ട് യഹൂദന്മാര്, ഒന്ന് ഒരു ഹാർഡ് കോർ ട്രഡീഷണൽ യഹൂദന, ഹോട്ട് ബ്ലഡഡ് ജൂ. മനസ്സിലായോ? അതായത് അവൻ യഹൂദ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന യഹൂദന. പരിച്ഛേദന അവന് മസ്റ്റാ, അത് ചെയ്യാതെ അവന് പറ്റത്തില്ല, അല്ലെങ്കിൽ അവൻ യഹൂദനല്ല. അതുപോലെ തന്നെ 10 കൽപ്പന, മോശയുടെ ന്യായപ്രമാണം, പൗരോഹിത്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന ഹോപ്പ്, അതായത് ദൈവം രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്ന ആ നാൾ ഒക്കെ എണ്ണി കഴിയുന്ന എന്താ പറയുന്ന ഒരു ഹോട്ട് ബ്ലഡഡ് ജൂ, ഒരു ട്രഡീഷണൽ ജൂ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഒരു ഗ്രൂപ്പ്. ഇനി രണ്ടാമത് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പാണ് യഹൂദനാണ്, ബട്ട് they are part of the little flocks. അതായത് ചെറിയ കൂട്ടം എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിന്റെ ഭാഗമാണ്. പക്ഷെ യഹൂദനാണ്. ഇവര് യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിട്ടുള്ളവരാണ്. ഇവരെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുകയും അവർ കാത്തിരുന്ന മശിഹയാണ് യേശു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, അത് 12 അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ആ ഗ്രൂപ്പ് നിയന്ത്രിച്ചു പോരുന്നു. അവരെയാണ് ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം എന്ന് പറയുന്നത്. ഇവർ പെന്തക്കോസ് നാളിലെ അനുഭവത്തിലും വിശ്വാസത്തിലും യേശു ക്രിസ്തുവിനെയും 12 ശിഷ്യന്മാരെയും, അതായത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ പ്രത്യാശ തന്നെയാണ്, ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യാശ ഒന്ന് തന്നെയാണ്. കാര്യം രണ്ടുപേരും കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം അത് ഭൂമിയിലാകുന്നതിനെ നോക്കി പാർത്തിരിക്കുന്നവരാണ്. പക്ഷെ ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചവരാണ്. അവർ 12 അപ്പോസ്തലന്മാരെ അവര് മാതൃകയായി ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുന്ന ആ ഗ്രേറ്റ് കമ്മീഷൻ ഒക്കെ അച്ചട്ടായിട്ട് അലംഘനീയമായ കൽപ്പനയായിട്ട് സ്വീകരിച്ച് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവരും യഹൂദന്മാർ തന്നെയാണ്, പക്ഷെ എന്നുണ്ടെങ്കിൽ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഗ്രൂപ്പാണ്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദന്മാരിലെ 2 ഗ്രൂപ്പുകളാണിത്. ഒന്ന് ഒരു മെയിൻ ഗ്രൂപ്പ്, ഒരു ഹാർഡ് കോർ ഹോട്ട് ബ്ലഡഡ് ജ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് യഹൂദന്മാർ തന്നെയാണ്, പക്ഷെങ്കിൽ അവർ ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമായിട്ടുള്ള യഹൂദന്മാരാണ്. എന്നാൽ ഈ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ട്രഡീഷണൽ ജ്യൂ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അവർ 12 അപ്പോസ്തലന്മാരിൽ ആരിലും തന്നെ വിശ്വസിക്കുന്നില്ല. അവർ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ പിടിച്ച് ജയിലിലിട്ട കൂട്ടത്തിലാണ്. അവര് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ പേര് ഇവിടെ മിണ്ടിപ്പോയേക്കല്ലെന്ന് അവർക്ക് താക്കീത് കൊടുത്തിരിക്കുന്നവരാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ്. ആ മഹാപുരോഹിതനെയും ആ ഒരു ശാസ്ത്രിമാരെയും ആ ഒരു പരീശന്മാരെയും എരിവുകാരെയും ഒക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ഗ്രൂപ്പാണ്. അവർക്ക് പത്രോസും യാക്കോബും ഒന്നുമില്ല. പത്രോസിനെയും യാക്കോബിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ പിടിച്ച് ജയിലിലിട്ടെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയാണ് അവരതിനെ കണ്ടിരുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. യേശുവാണ് ക്രിസ്തു എന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. ഇതാണ് ഈ 2 ഗ്രൂപ്പുകൾ. നിങ്ങൾക്ക് ഇത് ചുമ്മാ ഒരു തമാശനം മനസ്സിലാക്കുവാനല്ല, ഇതൊരു അടിപ്പട സത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ പല ഭാഗത്തെയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. 2 ടൈപ്പ് യഹൂദന്മാരുണ്ട്. ഒന്നൊരു ട്രഡീഷണൽ യഹൂദൻ, അവൻ പരിച്ഛേദനയും 10 കൽപ്പനയും മോശയുടെ ന്യായപ്രമാണവും പൗരോഹിത്യവും കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന പ്രത്യാശയും ഒക്കെ ആയിരിക്കുന്ന ഒരു ട്രഡീഷണൽ യഹൂദൻ. 2 യഹൂദന്മാർ തന്നെയാണെങ്കിലും ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമായിട്ട്, ചെറിയ കൂട്ടത്തിന്റെ ഭാഗമായിട്ട് യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിരിക്കുകയും കർത്താവിന്റെ 12 ശിഷ്യന്മാരെ അപ്പസ്തോലന്മാരായിട്ട് അംഗീകരിച്ച് അവരിൽ കൂടി അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാതൃകയാക്കി ഫോളോ ചെയ്യുകയും ചെയ്യുന്ന
ഒരു ഗ്രൂപ്പ് യഹൂദന്മാരുണ്ട്. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് യഹൂദന്മാരുണ്ട്. ഒന്നും രണ്ടും ഗ്രൂപ്പും തമ്മിൽ ഒരു വലിയ ശത്രുതയുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ ഒരു ഗ്രൂപ്പുകാർ മശിയായിട്ട് അംഗീകരിക്കുന്നു, മറ്റേ ഗ്രൂപ്പ് തീർച്ചും അംഗീകരിക്കുന്നില്ല. 12 അപ്പോസ്തലന്മാരെ ഒട്ടും അംഗീകരിക്കുന്നില്ല. കർത്താവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ 12 അപ്പോസ്തലന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരല്പം ലിബറൽ ആണ്. അവരല്പം കൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു ആയവുള്ള കൂട്ടത്തിലാണ്. അവരുടെ കൂടെ യഹൂദന്മാരാണെങ്കിലും ഇവരെയാണ് ശരിക്കും എന്താ പറയുന്നത്, അന്ത്യോക്യയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ക്രൈസ്റ്റിയൻസ് അല്ലെങ്കിൽ യേശു ക്രിസ്തു സെന്റേർഡ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് അവർ കൂടുതലും ഊന്നൽ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവരുടെ ഇടയിൽ മറ്റ് ജാതികളും യവനന്മാരും മറ്റു ജാതികളും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആരംഭിച്ചിരിക്കുന്ന സഭകൾ ഇവരുടെ ദേശങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങള് ശ്രദ്ധ മാറിപ്പോകല്ല. ഒരു വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ദേശങ്ങളിൽ നിന്നൊക്കെ ഇവർ ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന ആൾക്കാരിൽ നിന്നും ഇങ്ങനെ കർത്താവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത് ഉലകം മുഴുവനും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുണ്ട്. നമുക്കറിയാം, പെന്തക്കോസ്ത് പെരുന്നാളിൽ ഇവരെല്ലാവരും യെരുശലേമിൽ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നതും അന്യഭാഷകളിൽ ഇവർ സംസാരിക്കുന്നതും ആ ഒരു വലിയ അഭിഷേകം അവർക്ക് ലഭിക്കുന്നതും. അതോടുകൂടി അന്നു മുതൽ അന്ത്യകാലം ആരംഭിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങൾ വിരളിൽ എണ്ണാൻ വർഷങ്ങളെ അവരുടെ മുന്നിൽ ഉള്ളൂ. കർത്താവ് അവരോട് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ യെരുശലേമിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പ് കർത്താവ് മടങ്ങി വരും. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, അതിനു മുൻപായിട്ട് ഞാൻ മടങ്ങി വരുമെന്ന് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവർക്ക് അധികം മുന്നോട്ടും പുറകോട്ടും ഒന്നും നോക്കാനില്ല. ഉള്ളതെല്ലാം വിറ്റ് കളഞ്ഞ് ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എന്നാൽ കാലക്രമേണ നമുക്കറിയാം, അവരുടെ ഇടയിലെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ആവുകയും അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് 7 പേരെ മേശമേൽ ശുശ്രൂഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുകയും അവിടെ ഒരു വലിയ ഗ്രൂപ്പ് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടായിരുന്നതായിട്ട് നമ്മൾ ഈ ആദ്യത്തെ 2, 3, 4 അധ്യായങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പഠിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അതിനുശേഷം അവിടെ കലാപം ഉണ്ടാകുന്നതായിട്ടും ഈ 12 ശിഷ്യന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോകുന്നതായിട്ട് നമുക്കറിയാം. ഒത്തിരി പേര് ശമരിയിലേക്കും ഫോയ്നിക്കയിലേക്കും ഒക്കെ ചിതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വന്നവരെ കുറെ നാളൊക്കെ യെരുശലേമിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം അവരൊക്കെ മടങ്ങി പോകുവാനായിട്ടിടയായി. ഈ വന്നവരുടെ കൂട്ടത്തിൽ ഒരു വാക്കിൽ അവിടെ പലരുടെയും പേര് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനൊരു വാക്യം പെട്ടെന്നൊന്ന് കാണിച്ചോട്ടെ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ പറയാണ്, പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും ഭൃംഗ്യയിലും പംഫുലിയയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും. ഒരു വാക്യം കൂടെ കാണിക്കാം. ഈ നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ 15 രാജ്യങ്ങളുടെ പേര് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 15 പറഞ്ഞുള്ളൂ, കാര്യം ഒരു വാക്കിലെ അത് എഴുതിയിട്ടുള്ളൂ. ജസ്റ്റ് കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ ശ്വാസത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇത്രയും രാജ്യക്കാർ മാത്രമേ വന്നു എന്നല്ല, ഉലകം മുഴുവനും ചുറ്റിക്കിടക്കുന്ന യഹൂദന്മാർ ഇവിടെ എത്തണം. കാര്യം ഇത് ഇവരുടെ ചോയ്സ് അല്ല, അലംഘനീയമായ കൽപ്പനയാണ്. കർത്താവ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അപ്പോയിന്റഡ് ഫീസ്റ്റ് ആണ്. ഇത് ഇവർക്ക് സ്കിപ്പ് ചെയ്യുവാൻ പറ്റത്തില്ല. 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും ഇവിടെ എത്തിയിരിക്കണം. ഹല്ലേലൂയ. എന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവീൻ എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്ന ഭാഗം ഏതാണ്. അതുപോലെ തന്നെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളെല്ലാം ഇതിനെ അന്വർത്ഥമാക്കുന്ന വിഷയങ്ങളാണ്. ഇവർ ഉലകത്തിൽ നിന്ന് മുഴുവനും ചുറ്റിക്കിടക്കുന്നവർ യെരുശലേമിൽ എത്തുകയും കർത്താവിന്റെ ഈ കൊടുത്തിരിക്കുന്ന എന്താ പറയുന്നത് ദിവസങ്ങൾ ആചരിക്കുകയും ചെയ്യണം, പെരുന്നാളുകൾ ആചരിക്കുകയും വേണം. 7 പെരുന്നാളുകൾ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. പെന്തക്കോസ്ത് പെരുന്നാളിൽ അവർ എത്തിയിരിക്കുകയാണ്. 15 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ 15 രാജ്യങ്ങൾ മാത്രമല്ല, ഉലകം മുഴുവനുള്ള സകല മനുഷ്യരും അവിടെ എത്തിച്ചേരണം. അങ്ങനെ ഈ കൊരിന്തിൽ നിന്നും ഈ അഥേനയിൽ നിന്നും ഈ തെസലോനിക്കയിൽ നിന്നും ഈ ബെറോബയിൽ നിന്നും ഈ ഫിലിപ്പിയയിൽ നിന്നും മക്കതോനിയ അക്കായ പ്രദേശങ്ങളിലുള്ള സകല സ്ഥലങ്ങളിൽ നിന്നും ജനം അവിടെ എത്തിച്ചേർന്നിരിക്കുക.
അതിനുശേഷം അവരൊക്കെ തിരിച്ച് മടങ്ങി പോരുമ്പോൾ, മടങ്ങി വന്നിട്ട് അവര് വെറും കൈയോടെ ഇരിക്കുകയല്ല, അവരൊക്കെ ഇവിടെ ചില കൂട്ടായ്മകളും ആരാധനകളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളും ഫെലോഷിപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമയിലെ സഭ അതുപോലത്തെ ഒരു സഭയാണ്. റോമിലെ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കേട്ടിട്ടുണ്ട്. അത് പോൾ സ്ഥാപിച്ച സഭയല്ല, അവിടെ പൗലോസ് അപ്പോസ്തലൻ ആ സഭയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കേട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും കയ്യിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. കാര്യം അവര് റോമിൽ നിന്ന് വന്നതാണ്, അവരിൽ കൂടി വരവിലുണ്ടായിരുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അവരിൽ കൂടിയാണ് പൗലോസ് അപ്പോസ്തലന് റോമിലെ സഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പോൾ അവർക്ക് എഴുതുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് പോള് ലേഖനം എഴുതുന്നത്. ഞാൻ എന്തിനാണ് ടച്ച് ചെയ്ത് വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉലകം മുഴുവനും ചുറ്റിക്കിടക്കുന്ന യഹൂദന്മാർ അവർ യെരുശലേമിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നും അവർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവരവരുടെ സ്ഥലങ്ങളിൽ അവർക്ക് ഓരോ കൂടിവരവുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഇങ്ങനെ ഇവര് പത്രോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും യോഹന്നാനും അതുപോലുള്ള 12 അപ്പോസ്തലന്മാര് അവരെ പഠിപ്പിച്ചിരിക്കുന്ന അവരിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രകാരം യേശു ക്രിസ്തുവിനെ മശിയായിട്ട് അംഗീകരിക്കുകയും പലരും അഭിഷേകം പ്രാപിച്ചവരും അന്യഭാഷ സംസാരിക്കുന്നവരും ഒക്കെയാണ്. ആദ്യത്തെ ദിവസം തന്നെ 3000 പേര് സ്നാനപ്പെട്ടു. പിറ്റേ അധ്യായത്തിൽ നമുക്ക് കാണാം, 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം 5000-ലേറെ പുരുഷന്മാർ തന്നെ വിശ്വസിച്ചു. അതുപോലൊരു വലിയ ഗ്രൂപ്പ് അവരുണ്ട്. ഇത് യഹൂദന്മാർ തന്നെയാണെന്ന് മനസ്സിലാക്കണം. 2 ടൈപ്പിലുള്ള യഹൂദന്മാരുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുപോകല്ല. പോള് ഇവിടെ ശുശ്രൂഷിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പോളിന്റെ ശുശ്രൂഷ നടക്കുന്നത്. ഈ പൗലോസ് അപ്പോസ്തലനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതും പൗലോസിന്റെ അപ്പസ്തോലത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതും പൗലോസിന്റെ സുവിശേഷം അതിനെ എതിർത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പുകാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ ജൂ, അവര് പോളിനെ എതിർക്കുന്നുണ്ട്. അവരെ എതിർക്കാൻ കാരണം യേശു ക്രിസ്തുവിനെ അവർ മശിയായിട്ട് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഓരോ വാക്യങ്ങളും പോൾ പറയുന്നതിനെതിരെ തിരിഞ്ഞുകൊണ്ട് പോളിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഈ ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമായിട്ട് ഇവിടെ ആയിത്തീർന്നിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്. അത് യഹൂദന്മാരുടെ ഗ്രൂപ്പ് തന്നെയാണ്. അവര് പോളിന്റെ അപ്പസ്തോലത്വത്തെ അംഗീകരിച്ചിരുന്നില്ല. അവര് പോൾ പറയുന്ന സുവിശേഷം അംഗീകരിച്ചിരുന്നില്ല. ഈ കൂട്ടര് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നൊടി നേരം കൊണ്ട് വളർന്ന് പന്തലിക്കുവാനായിട്ട് ഇടയായി തീർന്നതാണ്. ഈ യെരുശലേമിലെ പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിന് ശേഷം ആ റോമിന്റെ ആധിപത്യത്തിലുള്ള റോമ സാമ്രാജ്യം മുഴുവനും ഈ വിശ്വാസം പടരുവാനായിട്ട് ഇടയായി തീരുന്നു. ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗലാത്യയിലും പ്രശ്നമുണ്ടാക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാര് 15-ാമത്തെ അധ്യായത്തിൽ നടക്കുന്ന ആ ജെറുസലേം കൗൺസിൽ പറയുന്നത്, ഞങ്ങൾ അനുവാദം കൊടുക്കാതെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങളെ തെറ്റിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ കേട്ടതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ജെറുസലേം കൗൺസിൽ കൂടി തീരുമാനമുണ്ടാക്കുന്നതും എഴുതി ഒപ്പിട്ട് അവർക്ക് കൊടുത്തയക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവര് തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പിയയിലും പോളിനെ ജയിലിൽ അടയ്ക്കുവാനായിട്ടും ഫിലിപ്പിയയിൽ പോളിനെ ഉപദ്രവിക്കുവാനും തെസലോനിക്കയിലും ബെറോവയിലും ഒക്കെ പോളിനെതിരായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുവാൻ മുന്നിൽ നിന്നിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. ഇവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരേറ്റവും തീക്ഷ്ണതയുള്ള ഗ്രൂപ്പായിട്ട് നിൽക്കുക. കാര്യം യേശു ക്രിസ്തുവിനെ നമ്മുടെ പിതാക്കന്മാർ മുതൽ കാത്തിരുന്ന മശിഹായെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ ആ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞവരും തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ കൈയാൽ ഞങ്ങൾ ശുശ്രൂഷ അനുഭവിച്ചവരുമാണ്. പെന്തക്കോസ്ത് നാളിൽ ഞങ്ങൾ അവരോടുകൂടെ കൂട്ടായ്മ ആചരിച്ചവരാ. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സത്യമില്ല. അതുകൊണ്ട് അവർക്ക് പുതിയ ഒരു ഉപദേശവും അംഗീകരിക്കാനുള്ള മൈൻഡ് സെറ്റിലല്ല അവരായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഉപദേശം പറയുമ്പോൾ ട്രഡീഷണൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലയോ അതേ രീതിയിൽ അവർക്കും ഇത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലായിരുന്നു. ഇവരുടെ തള്ളിക്കയറ്റവും തെറ്റായ സുവിശേഷ പ്രചരണവുമാണ് പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച്. വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ ക്ലാരിറ്റി തരാം. ഒന്ന് നോക്കിയാൽ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, 1-2 തിമത്തിയോസിന് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, ഇതെല്ലാം എഴുതാനുള്ള അടിസ്ഥാനപരമായ കാരണം ഇവരിൽ നിന്നും തനിക്കുണ്ടായിരിക്കുന്ന എതിർപ്പാണ്. ഇവരുടെ വിശ്വാസം ക്ലിയർ ചെയ്യാനാണ് റോമാലേഖനം എഴുതുന്നത് തന്നെ.
റോമ ലേഖനത്തിൽ ദ ഡോക്ട്രിനൽ ബുക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി, ദ മാഗ്ന കാർട്ട ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്ന ആ റോമ ലേഖനം എഴുതുമ്പോൾ പോളിന്റെ മനസ്സിൽ ഉള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ചർച്ചും അവരുടെ വിശ്വാസവും അവരുടെ ഇടയിലെ തെറ്റായ അഭിപ്രായങ്ങളുമാണ്. ഇവരോട് പോൾ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത് എന്നൊക്കെ റോമ ലേഖനത്തിൽ കൂടെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഇവരെയാണ്. കാര്യം അവര് പ്രവർത്തികളാലുള്ള രക്ഷ, നീതി പ്രവർത്തികളാലുള്ള രക്ഷയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നല്ല പ്രവർത്തികൾ ചെയ്ത് കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ അവർക്ക് അറിയത്തേയില്ല. ക്രൂശിലൂടെയുള്ള രക്ഷയെക്കുറിച്ചൊന്നും അവർക്ക് വലിയ പരിചയമില്ല. അവരറിഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലനും പന്തിരുവരിൽ കൂടിയും അറിഞ്ഞിരിക്കുന്ന സുവിശേഷമാണ് അവരുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്നത്. ഇവരാണ് എക്കാലത്തും പോളിന്റെ സുവിശേഷത്തിന് എതിര് പറഞ്ഞിട്ടുള്ളതും എതിര് നിന്നിട്ടുള്ളതും. ഇവരോടാണ് ഗലാത്യ ലേഖനം എഴുതുമ്പോഴും പോൾ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതല്ലാതെ ഇതിന്റെ അപ്പുറത്തിന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാൾ വന്നു എന്ന് പറഞ്ഞാലും, 12 അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് വന്നു പറഞ്ഞു എന്ന് പറഞ്ഞാലും, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ കാര്യം ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇവർ വന്ന് ജനത്തെ തെറ്റിക്കാൻ ഇടയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഇവർ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുക. ഇവർ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പന്തിരുവരുടെ ഇടയിൽ നിന്നും ആ ശുശ്രൂഷ അനുഭവിച്ചവരാണ് ഒട്ടുമുക്കാലും പേര്. ഇവര് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുക. ഒന്ന് പത്രോസിന്റെ ഗ്രൂപ്പുകാരെന്ന് പറയും, പത്രോസിന്റെ പക്ഷക്കാര്. മറ്റവര് യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയും. പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു യാക്കോബ്. യാക്കോബ് അപ്പോസ്തലനായിരുന്നു അവിടുത്തെ ലീഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യാക്കോബ് അപ്പോസ്തലനാണ് അവിടുത്തെ ലീഡർ. ഞങ്ങൾ യാക്കോബിന്റെ കൂടെ, അതായത് കർത്താവിന്റെ സഹോദരനോട് കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാര് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് പറയുന്നത്, ഞങ്ങൾക്ക് ഈ അപ്പോസ്തലന്മാരിലൊന്നും അവരിൽ ഞങ്ങളുടെ വിശ്വാസം അധിഷ്ഠിതമല്ല, ഞങ്ങൾക്ക് ഇവരെയൊന്നും വലിയ എന്താ പറയുന്നത്, അവരിലല്ല ഞങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തുവിലാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാർ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. വേറൊരു ഞങ്ങൾ അപ്പല്ലോസിന്റെ കൂട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. വേറെ ആള് പൗലോസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ പല ഭിന്നതകൾ, പല ഗ്രൂപ്പുകളായിട്ട് ഇവർ തിരിഞ്ഞിരിക്കുക. ഞാൻ ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് പറയുന്നത് കൊരിന്തിലെ സംഭവം മാത്രമാണ്. ബട്ട് ഗ്ലോബലി ഇതാണ് പ്രോബ്ലം. ഗലാത്തിയിൽ ഇതാണ് പ്രോബ്ലം, തെസ്സലോനിക്കയിൽ ഇതാണ് പ്രോബ്ലം, റോമിൽ ഇതാണ് പ്രോബ്ലം, എഫെസോസിൽ ഇതാണ് പ്രോബ്ലം, കൊരിന്തിലും ഇതാണ് പ്രോബ്ലം. എല്ലായിടത്തെയും പ്രോബ്ലത്തിന്റെ മൂല കാരണം ഇതാണ്. കാര്യം ഇവർക്ക് പൗലോസിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവിക മർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യം പോളിനെ വിളിച്ച രീതിയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അവർക്ക് അറിയത്തില്ല. അവർക്കറിയാവുന്നത് കർത്താവ് ലോകത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തിരിക്കുക. ഇതിനിടയിൽ വേറൊരാൾ വന്ന വിവരം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. എന്നാൽ എന്തുകൊണ്ട് അത് സംഭവിച്ചുവെന്നും എന്തുകൊണ്ട് പോളിനെ വിളിച്ചുവെന്നും പോളിൽ കൂടെ അറിയിച്ചിരിക്കുന്ന ആ സ്വർഗീയ മർമ്മം എന്താണെന്നും പൗലോസ് അപ്പോസ്തലനോട് വിവരിച്ചുകൊണ്ടിരിക്കുക. എഴുതി കൊടുക്കുവാൻ ഇങ്ങനൊരു ബൈബിൾ അന്ന് എഴുതിയിട്ടില്ല. പോളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയും പോളിൽ കൂടെ പ്രസംഗിക്കുന്നതും പഴയ നിയമത്തിൽ നിന്നും പോൾ എടുത്തു കാണിച്ച് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്നിൽ കൂടെ കർത്താവ് തന്നെ അറിയിച്ചിരിക്കുന്ന ആ ഒരു സ്വർഗീയ ദൂതുമാണ് താൻ ഇവരുടെ ഇടയിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിന്റെ കൈ മുതലായിട്ട് വേറൊന്നുമില്ല. പഴയ നിയമത്തിലെ ഹിസ്റ്ററി എടുത്ത് കാണിക്കാനില്ല. തന്നിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉലക സ്ഥാപനം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മം വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാ പോൾ. അപ്പൊ തന്നിൽ കൂടെ ആ പറയുന്നത് അങ്ങനെ ശിരസ വഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ അവരെ ഡയറക്റ്റ് ബ്ലെയിം ചെയ്യുന്നില്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. എന്നാൽ അവരറിഞ്ഞതിന്റെ അപ്പുറത്തൊരു സത്യം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സത്യം അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാഗൽഭ്യത്തോട് അവരുടെ ഇടയിൽ സംസാരിക്കുക. 1 കൊരിന്ത്യ ലേഖനം എഴുതുമ്പോഴൊക്കെ ഈ ഗ്രൂപ്പിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ചിലർ പത്രോസിന്റെ പക്ഷക്കാര്, ചിലർ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാര്, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാര്, ചിലർ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് നിങ്ങൾ പക്ഷം തിരിഞ്ഞിരിക്കുന്നു. ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് ആ വിഷയത്തിൽ അറിവ് കിട്ടിയിരിക്കുന്നു. ആരാ ക്ലോവ? കൊരിന്തിലുള്ള ധനികയായ ഒരു ബിസിനസ് ലേഡിയാണ് ക്ലോവ. ഇവർക്ക് കൊരിന്തിലും എഫെസോസിലും ഒക്കെ ബിസിനസ് ഉണ്ട്. ഡെയിലി ഷട്ടിൽ ഷിപ്പുകൾ പോകുന്ന പോലെ ഇവർക്ക് ബിസിനസ് നടക്കുന്ന ഒരു ധനികയായ സ്ത്രീയാണ്
എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ആ ലേഖനം എഴുതുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആ ഭിന്നത ഒഴിവാക്കുവാനായിട്ട് ആകുന്ന ശ്രമിച്ചുവെങ്കിലും ആ ഭിന്നത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം, ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം എഴുതുക. ഇതിന് ശേഷമൊക്കെ നമ്മൾ ആ ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ എല്ലാ ലേഖനങ്ങളുടെയും ഒരു സമ്മറി, അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ ഓവർവ്യൂകൾ ഒന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ഈ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൽ കൂടെ ദൈവം നിങ്ങളെ സഹായിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യരിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്ന് പൗലോസ് തൊട്ടുവയ്ക്കുന്നുണ്ടെങ്കിലും 2 കൊരിന്ത്യരിൽ ഈ ഗ്രൂപ്പിനെ പോള് തന്റെ അപ്പോസ്തോലിക അധികാരം ഉപയോഗിച്ച് പൊളിച്ച് അടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഗ്രൂപ്പിനോടാണ് പോള് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഞാൻ ആ വാക്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ട് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായം 13-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പോൾ പറയുന്നത്, നിങ്ങൾ സത്യത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, അതായത് ഒരു യഹൂദിയ മശിഹയാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ നിന്നും എനിക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ സന്ദേശം, നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നുവെന്ന് പ്രസംഗിക്കുന്ന, വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് മശിഹ, ആ കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, അതായത് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിനെ ലഭിക്കണം. ദ മൊമെന്റ് യു ട്രസ്റ്റ് ഇൻ ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റിനാൽ നിങ്ങളെ മുദ്രയിടും. അതാ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. ഇനി അതല്ലാതെ കാത്തിരുന്ന് ഏതെങ്കിലും കാലത്ത് ലഭിക്കുന്ന ഒരു ആത്മാവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, പോൾ ചോദിക്കുന്നത്, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചോ എന്നവരോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞാൻ പറഞ്ഞ സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കത് ആശ്ചര്യമായിട്ട് തോന്നുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുക ഞാൻ. കർത്താവിന്റെ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താലുള്ള രക്ഷയും ഞാൻ നിങ്ങളെ വരച്ച് കാണിച്ചിരിക്കുക. സുവിശേഷം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾ രക്ഷയിലേക്ക് വന്നതും മനസ്സിലായോ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ സുവിശേഷം ആ പൗലോസ് പ്രസംഗിച്ചിരിക്കുന്നത്. ഇതല്ലാതെ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അതിന് ഗ്ലോറി പറയുന്നു, നിങ്ങൾ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആകുന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പോൾ പറയുന്ന ഒരു രംഗമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാരെ താൻ മറ നീക്കി കാണിക്കുകയും കൊരിന്ത്യർ അവരാൽ കബളിക്കപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി അവരെ ഓർപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ കൂടെ മുഴുവനും എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വിഷയത്തിലെ ഒരു പാഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് എങ്ങനെ നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു? ഞാനിത് വളരെ പോളിഷ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം പ്രതിപക്ഷമാണെങ്കിലും പ്രതിപക്ഷ മര്യാദയോട് വേണമല്ലോ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് വളരെ ന്യായമായിട്ടും ആരെയും ഹർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാര്യങ്ങൾ ഒരു അല്പം കൂടെ കടത്തി പറയും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അധികം നാൾ ഇത് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ 2 ഗ്രൂപ്പിനെ ഇവിടെ മനസ്സിലായി.
ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റില് ഇവിടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാം. പണ്ടല്ലായിരുന്നോ ഇവരൊക്കെ ഉണ്ടായിരുന്നത്? പൗലോസിന്റെ കാലത്തല്ലേ ഇവരൊക്കെ ഉണ്ടായിരുന്നത്? അത് കഴിഞ്ഞില്ലേ? കൊരിന്തിൽ നടന്ന സംഭവമല്ലേ? തെസലോനിക്കയിലൊക്കെ നടന്ന സംഭവമല്ലേ? അതുകൊണ്ട് അവിടെ തീർന്നില്ലേ? അതൊക്കെ എന്തിനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് ചോദിക്കാൻ വേണമെങ്കിൽ. ഇന്നത്തെ കോണ്ടെക്സ്റ്റില് ഞാൻ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവരൊക്കെ ഇന്നും ഉണ്ടോ? ഇവരൊക്കെ പോൾ പറഞ്ഞ സുവിശേഷത്തെയും എതിർക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരെല്ലാവരും ഇന്നുമുണ്ട്. അവരിന്ന് വളർന്ന് പന്തലിച്ച് ഓൾമോസ്റ്റ് ഒട്ടകത്തിന് ടെന്റിൽ ഇടം കൊടുത്തത് ഒരു സ്ഥിതിയിലായിരിക്കുകയാണ്. ഒട്ടകത്തിന് മഴ നനയാതെ ടെന്റിൽ ഒരു അല്പം ഇടം കൊടുത്തു. ഇപ്പൊ ടെന്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ലെവലിൽ അത് ടെന്റ് നിറഞ്ഞു നിൽക്കുന്നത് മാതിരി ഇത് കയറി പറ്റിയിരിക്കുകയാണ്. ഇന്ന് ഇവര് അന്ന് പോൾ 4 ഗ്രൂപ്പേ ഉള്ളായിരുന്നു. പത്രോസിന്റെ ഗ്രൂപ്പ്, യേശുക്രിസ്തുവിന്റെ ഗ്രൂപ്പ്, അപ്പല്ലോസിന്റെ ഗ്രൂപ്പ്, പൗലോസിന്റെ ഗ്രൂപ്പ് എന്ന് 4 ഗ്രൂപ്പേ ഉള്ളായിരുന്നു. ഇന്ന് 40,000 ഉണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അന്ന് ആ 4-ൽ തുടങ്ങിയത് ഇന്ന് 40,000-ൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസം. ഇവിടെ അവരില് ഓരോരുത്തര് ആ ആദ്യ നൂറ്റാണ്ടിൽ ഇത് ആരംഭിച്ച കാര്യങ്ങളാണ്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ, അതായത് പൗലോസിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇത് ആരംഭിച്ചു. അതിന് കാലക്രമേണ ഓരോ നേതാക്കന്മാര് അതിൽ എഴുന്നേൽക്കുകയും അവരെയൊക്കെ സഭാപിതാക്കന്മാരായിട്ട് വാഴിക്കുകയും അവരുടെ ഉപദേശപ്രകാരം അവരെല്ലാവരും എന്താ പറയുന്നത്, അവരുടെ ഉപദേശപ്രകാരം ഇത് വളരെ ശക്തമായിട്ട് വളരുകയും ചെയ്തു. അതിനെ ഊട്ടി ഉറപ്പിക്കുവാൻ അതിന്റെ ഉത്തരവാദി അവരോട് കൂടെ ഉണ്ടായിരുന്നു. തലയും തലപ്പാവും ചെങ്കോലും കിരീടവും ഒക്കെ വെച്ച് അവരതിനെ ഊട്ടി ഉറപ്പിച്ചു. അവരതിൽ വാണു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒക്കെ കാലമായപ്പോൾ അതിനെ ലീഗലി അംഗീകരിക്കുവാനായിട്ട് ഇടയായി. രാജാവിന്റെ മതമായതിനാൽ അത് രാജകീയ മതമായിട്ട് അംഗീകരിച്ചു. അതിനുശേഷം പല സിനഡുകളും ചേർന്നു. പല ഉപദേശങ്ങളും ആരാധനാ രീതികളും ആചാര്യന്മാരും പള്ളികളും പട്ടക്കാരും ഇടവകകളും കൂതാശകളും കുന്തിരുക്കവും കുംഭസാരവും കുമ്മിയടിയും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ടിടയായി. അങ്ങനെ അത് ഉറച്ചു, അത് സ്ഥാനം പിടിച്ചു. അവര് പറയുന്നതാണ് ചട്ടം. അത് കേട്ട് വേണമെങ്കിൽ ഫോളോ ചെയ്തോണം. ആരെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവനെ ഇല്ലായ്മ ചെയ്യും. ആരെങ്കിലും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ട് കൊന്നുകളയും. അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇവരാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്. എക്സാക്ട്ലി അല്ലെങ്കിലും ഞാനൊരു ഏകദേശ ഒരു രൂപം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു സിമിലാരിറ്റീസ് ഞാൻ നിങ്ങളെ കാണിക്കാം. പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ഞാനത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആരാണ് അവരെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരിപ്പോഴും പറയുന്നുണ്ട് അവർ പത്രോസിന്റെ പക്ഷക്കാരാണെന്ന്. പത്രോസാണ് അവരുടെ നേതാവ് എന്ന് പറയുന്നുണ്ട്. ആ ഗ്രൂപ്പുകാർ തന്നെയായിരുന്നു അവര്. പണ്ടും പത്രോസിന്റെ പക്ഷക്കാരെന്ന് അവർ പറഞ്ഞിരുന്നത്. യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ ആരെയും വലിയ അവരുടെ മേലെ അധികം ഡിപ്പെൻഡഡ് അല്ല. അവർ യേശുക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാരെന്ന് പറയുന്നവരാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അനാ ബാപ്റ്റിസ്റ്റ്, ഈ ഗ്രൂപ്പുകളെല്ലാം യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാരാണ്. അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ്. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ആ ഒരു തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസിന്റെ കൂട്ട് എന്താ പറയുന്നത്, വാക്ചാതുര്യവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ്. അവര് പറയുന്നത് പത്രോസിന്റെ ഉപദേശമല്ല, എന്നാൽ ഒരല്പം വ്യത്യാസമായിട്ടുള്ള ഉപദേശം. ഇവരെയാണ് വേണമെങ്കിൽ നമുക്ക് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാര് എന്ന് വേണമെങ്കിൽ പറയാം. പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് യഥാർത്ഥമായിട്ട് ഗ്രേസ് ഗോസ്പൽ, കർത്താവ് കാൽവറിയിലൂടെ തുറന്ന ആ രക്ഷാമാർഗം പ്രസംഗിക്കുന്ന ഗേറ്റ് മിനിസ്ട്രീസ് മാതിരിയുള്ള ഗ്രൂപ്പുകാര്. ഹല്ലേലൂയ. എന്നാൽ പൗലോസിന്റെ കൂടെ ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷത്തിനും എതിരെ ഇവരെല്ലാം എത്രമാത്രം ആ കാലഘട്ടത്തിൽ തിരിഞ്ഞു, അതിന്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി എതിരായിട്ട് അവർ ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 4 ഗ്രൂപ്പുകാരാണ് അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 40,000-ലേറെ ഗ്രൂപ്പുകാരുണ്ട്. ഇവരോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് ഇത് ഞാൻ വായിച്ചു കേൾപ്പിച്ച അതേ വാക്യം തന്നെ 11-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയാണ്, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാര്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല.
പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്നത് ആരോടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പത്രോസ് എന്നും പൗലോസ് എന്നും യാക്കോബെന്നും യോഹന്നാനൊന്നുമില്ല. എപ്പോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിട്ടു എന്ന് ചോദിച്ചാൽ മതി. അവരൊന്നും അവരുടെ പക്ഷക്കാരല്ല. ആരാ പിന്നെ അവരുടെ പക്ഷക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ് നാളിലെ അനുഭവത്തിൽ നിന്നും ആ ഒരു പക്ഷത്തിലേക്ക് വന്ന യഹൂദന്മാരുണ്ട്. അവരിവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരാ പറയുന്നത് ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാര്. കാര്യം പത്രോസിൽ കൂടെയാണ് ആ പെന്തക്കോസ് നാളിലുള്ള കാര്യങ്ങളൊക്കെ ദൈവം അറിയിക്കുന്നത്. പത്രോസാണ് അവിടെ ലീഡ് എടുത്ത് അവരോട് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്കും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത് പത്രോസ. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണെന്ന് പറയുന്നത്. ഈ ഒരു യഹൂദന്മാരും, ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഒരു യഹൂദനും പത്രോസിനെ അംഗീകരിക്കത്തില്ല. യെരുശലേമിൽ അവർ പത്രോസിനെ പിടിച്ച് ജയിലിലിടുക ചെയ്യുന്നത്. ഇവിടെ ഈ ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമായിരിക്കുന്ന യഹൂദന്മാരാണ് ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുന്നത് ഇതുപോലെ വേറൊരു ഗ്രൂപ്പാണ്. മനസ്സിലായി? ഇതെല്ലാം യഹൂദന്മാരുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ പോളിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അവരെ നോക്കിയിട്ടാണ് പോൾ ഈ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. എന്തുകൊണ്ട് ആശ്ചര്യമല്ല? സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ ഇവരിൽ കൂടെ ഈ കാലഘട്ടത്തിലെ സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലനെ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചിരിക്കുക. പാപികളിൽ ഒന്നാമനായ പോളിനെ വിളിച്ച് ഉലക സ്ഥാപനം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം പോളിൽ കൂടി ഓപ്പൺ ആക്കുക. പോൾ പറയുക, ഇനി എന്റെ അടുക്കൽ ഞാൻ ഈ പറഞ്ഞതല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പോലും അവൻ ശാപിക്കപ്പെട്ടവനാ. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സ്വർഗീയ പദ്ധതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുക. അതിനുവേണ്ടി കർത്താവ് പോളിനോട് കൂടെ ഇരിക്കുക. ഈ കൊരിന്തിൽ വന്നിരിക്കുന്നത് പോളിന്റെ ഇഷ്ടത്തിന് വണ്ടി കയറിയതല്ല, കർത്താവ് നയിക്കുക. പരിശുദ്ധ ആത്മാവ് കൈക്ക് പിടിച്ച് നടത്തുക. ഇന്നടുത്ത് കയറല്ല, ഇന്നടുത്ത് പോകല്ല, ഇന്നടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ആത്മാവ് നയിക്കുക. പരിശുദ്ധ ആത്മാവിനാൽ ഈ വേലയ്ക്ക് വേർതിരിച്ചാക്കിയിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് ഇറങ്ങി വന്ന് സംസാരിക്കുക. 9-ാമത്തെ വാക്യം ഇതിന് ശേഷം നിങ്ങൾ നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് ഇടപെട്ടിട്ട്, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അവരാരും നിനക്ക് യാതൊരു ദോഷവും വരുത്തത്തില്ല, ശക്തമായിട്ട് പ്രസംഗിക്കാൻ കർത്താവ് പറയുക. അങ്ങനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന പൗലോസിന്റെ അടുക്കൽ വന്ന് പറയാൻ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. വേറൊരു ഗ്രൂപ്പ് പറയാം, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണ്. എന്താണ് പോൾ ഇതിന് മറുപടി അവരോട് പറയേണ്ടത്? അതുകൊണ്ട് പോൾ പറയുക, അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷത്തിലേ വരത്തുള്ളൂ. ഈ കാലഘട്ടത്തിലെ ഉപദേശം അറിയിക്കാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുക. ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നിരുന്ന ഒരു മനുഷ്യനാ. എന്നെ അടിച്ച് താഴെയിട്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുക. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതിന് ചക്രവർത്തി വന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ ഉത്തരവാദിത്വത്തിന് എതിര് നിൽക്കത്തില്ല. ഞാൻ അതിന് അവിശ്വസ്തത കാണിക്കത്തില്ല. കർത്താവിനെ ഞാൻ ദിനം തോറും കണ്ടുകൊണ്ടിരിക്കുക. എന്നോട് ഇറങ്ങി വന്ന് സംസാരിക്കുക. എന്നെ അവിടെ കൊണ്ട് കാണിച്ചിരിക്കുക. ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി കർത്താവ് എന്നിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സാത്താൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സാത്താൻ എതിർക്കുന്നത് ഇതിനെയാ. ഇത് യാതൊരു വിധത്തിലും നടക്കാൻ പാടില്ല. അതുകൊണ്ട് റിലയബിൾ ആയിട്ടുള്ള, വിശ്വസിക്കുവാൻ കഴിയുന്ന വേറെന്തെങ്കിലും ഓപ്ഷൻ വേണം ഇതുകൊണ്ട് തടയാൻ. അതിനാണ് 12 അപ്പോസ്തലന്മാരിൽ കൂടെയുള്ള ഉപദേശം എന്ന് പറഞ്ഞ് കർത്താവ് ഹോൾഡ് ചെയ്തിരിക്കുന്ന, യഹൂദനെ നിർത്തി വെച്ചിരിക്കുന്ന ആ പദ്ധതി എടുത്തിട്ട് അതിൽ കൂടി ലോകത്തെ തെറ്റിച്ചിരിക്കുക. ഇവിടെ നടക്കേണ്ടുന്ന കാര്യം ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ള വിശ്വാസമാണ്. അത് നടക്കാതിരിക്കുവാൻ വേണ്ടി അതിന് പാരലായിട്ട് വേറൊരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ഇതിനെയാണ് നാം ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി A to Z ക്രിസ്ത്യാനിറ്റി ഇതിൽ മുങ്ങി കുളിച്ചിരിക്കുക. പോൾ പറയുന്നത്, ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ. മനസ്സിലായോ? ഭയങ്കര ഉപായമായി ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഉപായത്താൽ ചതിച്ച് ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ മുഴുവനും വഷളാക്കിയിരിക്കുക. ഞാനൊരു ചെറിയ പടം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവിടെ അത് എത്രമാത്രം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അറിയത്തില്ല. എന്നാലും വേറെ വിശാലമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ സംശയം ഉണ്ടാകുവാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. വേറെ കാണിക്കാം. ഇത് കണ്ടില്ലേ? ഒന്ന് പത്രോസിന്റെ പക്ഷക്കാര,
ഒന്ന് യാക്കോബിന്റെ പക്ഷക്കാർ, ഒന്ന് വേറെ ഓരോരോ പക്ഷക്കാരാ. അന്ന് 4 പക്ഷമേ ഉള്ളായിരുന്നു. ഇന്നുണ്ടായിരിക്കുന്നത് 40,000-ലേറെ പക്ഷക്കാരുണ്ട്. ഇതെല്ലാം ഒരേ ഒരു സുവിശേഷം, കർത്താവ് കാൽവറിയിൽ തുറന്നിരിക്കുന്ന രക്ഷാമാർഗം. ഇത് റോമൻ കാത്തലിക് ഉപദേശമാണ്. അവരും ക്രിസ്ത്യാനികളാണ്. ഇത് ഓർത്തഡോക്സ് വിശ്വാസമോ, ഗ്രീക്ക് ഓർത്തഡോക്സ്, അവരും ക്രിസ്ത്യാനികളാണ്. ലൂതറൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പുണ്ട്. ഇത് എല്ലാം രാത്രിയും പകലും മാതിരി വ്യത്യാസമാണ്. ഒന്നിനെ കണ്ടുകൂടാ. ഒന്നൊന്നിന്റെ രീതിയല്ല. കെട്ടും മട്ടും ആരാധനയും ആചാര്യന്മാരും കംപ്ലീറ്റ് വ്യത്യാസം. ഇത് പ്രെസ്ബിറ്റേറിയന്. വേറൊരു ഗ്രൂപ്പിനെ ഞാൻ കാണിക്കാം. ഇവര് തമ്മിൽ എന്താ സാദൃശ്യം എന്ന് നോക്കിക്കോണം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ഇത് കണ്ടില്ലേ? ഇത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ഇത് ബ്രദറൻ ചർച്ചാണ്. ഇവരെല്ലാം ആരെയാ പ്രസംഗിക്കുന്നത്? ഇത് കണ്ടില്ലേ? ജഹോവ വിറ്റ്നസ്, ഇവരുടെ കിങ്ഡം ഹാളാണ്. കിങ്ഡം ഹാൾ, രാജ്യ ഹാൾ. ഇത് പെന്തക്കോസ്റ്റ് കണ്ടില്ലേ? ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇവരെല്ലാം ആരെ ആരാധിക്കുന്നത്? എന്താണ് ഇവരുടെ എല്ലാം സുവിശേഷം? സത്യത്തിൽ നിന്ന് സാത്താൻ ഇവരെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ കംപ്ലീറ്റ് ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ട്, വെറും പൊടിയല്ല, ശരിക്കും മുളക് പൊടി ഇട്ടിരിക്കുക. കണ്ണ് തുറക്കാനേ പാടില്ല, തുറന്നാൽ ഇത് കാണാൻ പാടില്ല. ആ രീതിയിൽ ഈ സത്യത്തിൽ നിന്നും തെറ്റിച്ചിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവം തുറന്നിരിക്കുന്ന ഒരു സുവിശേഷമായത്. ഇനി ഞങ്ങൾ പൗലോസിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങൾ ബൈബിളിൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷാപദ്ധതി എന്താണെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പോളിന്റെ 13 ലേഖനങ്ങൾ ഇല്ല, ബൈബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷാ പദ്ധതി എന്താണെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രൂശില്ല, ക്രൂശിലൂടെയുള്ള രക്ഷയില്ല, കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷയില്ല, റാപ്ചർ ഇല്ല, സ്വർഗീയ നിത്യവാസമില്ല, കർത്താവിന്റെ രക്തത്താലുള്ള വിടുതലില്ല. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയത്തില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പത്രോസിന്റെയോ യാക്കോബിന്റെയോ യോഹന്നാന്റെയോ ലേഖനത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. പ്രശ്നം നമ്മുടെ ഇടയില. പൗലോസ് എഴുതിയ സുവിശേഷത്തെയോ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. പ്രശ്നത്തെ അല്പസമയത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. സത്യ വഴിയിൽ വരാതെ ഈ പ്രശ്നം തീരത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിത്യ നരകത്തിൽ ചെന്ന് ചേരും. മനസ്സുള്ളവർക്ക് വിശ്വസിച്ചാൽ മതി, നിർബന്ധമില്ല. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനുള്ള കാലമായത്. കരങ്ങളിൽ ബൈബിളുള്ള കാലമാണ്. ഏത് ഭാഷയിലും എഴുതി, ഏത് ഭാഷയിലും, ഏത് സൈസിലും, ഏത് രീതിയിലും വായിച്ചാൽ, ഓഡിയോ ബൈബിൾ, വീഡിയോ ബൈബിൾ, ലെറ്ററായിട്ട്, സ്ക്രിപ്ചറായിട്ട് എല്ലാം എഴുതി കൈ തന്നിരിക്കുക. ട്രഡീഷനുകളെയും പാരമ്പര്യങ്ങളെയും പഴം സമ്പ്രദായങ്ങളെയും ഒക്കെ വിട്ടിട്ട് സത്യവചനത്തിലേക്ക് വരാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. പൗലോസ് അപ്പോസ്തലനെതിരെ തിരിഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ ഗ്രൂപ്പുകൾ. ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാര്, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാര്, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്. യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുന്നവരാണ് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് പക്ഷക്കാര്, ഭയങ്കര ഗ്രൂപ്പുകാര്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്. യേശുക്രിസ്തു പോളിനെ വിളിച്ചിരിക്കുക. കർത്താവ് പോളിനെ വിളിച്ചിട്ട് പോളിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്, ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് പ്രസംഗിക്കുവാനും ക്രൂശിലൂടെയുള്ള രക്ഷ വെളിപ്പെടുത്തുവാനായിട്ടും പോളിനെ വിളിച്ചിരിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുക. അതിനിടയിൽ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കോമഡി പറയുന്നവരെ പോലെ ഇരിക്കും അത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ സത്യം ഉൾക്കൊള്ളുവാനും ഞാൻ എവിടെ നിന്നാണ്, എന്തിന്റെ ബേസിലാണ് ഈ പറയുന്നതെന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം ഒരു കോൺട്രവേഴ്ഷ്യൽ അധ്യായമാണ്. ഇവിടെ ഇവര് പോളിനെതിരായിട്ട് ദൂഷിക്കുകയും എതിർ പറയുകയും ചെയ്യുക. ആരായി പറയുന്നത്? പത്രോസിന്റെ പക്ഷക്കാര്, യാക്കോബിന്റെ പക്ഷക്കാര്, യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്. പോൾ ആരുടെ പക്ഷക്കാരനാ? പോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ആരാ പോളിനെ അയച്ചിരിക്കുന്നത്? പോളിന്റെ അടുക്കൽ രാത്രിയിൽ ആരായി ദർശനത്തിൽ ഈ വെളിപ്പെടുന്നത്? ഹല്ലേലൂയ. മനസ്സിലാക്കുവാൻ മനസ്സുള്ള ആത്മീക പക്വതയുള്ളവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരെയും തോപ്പിക്കുകയോ ജയിപ്പിക്കുകയോ അല്ല ഇവിടെ ചെയ്യേണ്ടത്. മൂക്കിൽ നിന്ന് ശ്വാസം പോയാൽ നിത്യ നരകാഗ്നിയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാനും അതിന് പ്രകാരം നമുക്ക് വേണ്ടി സകല വിലയും കൊടുത്ത് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ നഷ്ടമായി പോകാതിരിക്കാനുള്ള ആത്മഭാരത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. യഹൂദൻ വിളിക്കപ്പെട്ട ദൈവജനം. ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഞാൻ പെട്ടെന്ന് കാണിച്ചോട്ടെ. നമ്മുടെ മുന്നിൽ 15 മിനിറ്റോടുണ്ട്, ഞാൻ അതിൽ കൂടുതൽ എടുക്കത്തില്ല. ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം കാണിക്കാം.
സോറി, ഞാൻ ആവർത്തന പുസ്തകത്തിന്റെ റെഫറൻസ് എടുത്തിട്ടില്ല, ക്വിക്കലി ഞാൻ ഒന്ന് എടുക്കാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ആരോട് പറയുന്നത്? ആവർത്തന പുസ്തകം ആരോട് പറയുന്നത്? യഹൂദ ജനത്തോട് മോശയിൽ കൂടി ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ. ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്. മനസ്സിലായോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. നിറയെ ഇതുപോലുള്ള വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ജാതികളുടെ അടുക്കൽ പോകല്ല്, അവരെ അടുപ്പിക്കല്ല്, അവരുടെ നായ് പോലും നിങ്ങളുടെ നായ്ക്കളുമായിട്ട് കലരാൻ ഇടയാകല്ല്. ദൈവം വെറുക്കുന്ന ജനമെന്ന് പറയുന്നവരാ ജാതികൾ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. നിങ്ങൾ ഇവരുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കൽ. ഒരു ബന്ധവുമില്ലാത്തവരാ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. യഹൂദനെ കുറിച്ചാ പറയുന്നത്. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. അത് അവരാ. അതിന്റെ കൂട്ടത്തിൽ തെള്ളിനിടയിൽ നിങ്ങളും കയറി പറ്റിയിട്ട് ഞങ്ങളും ആ കൂട്ടത്തിലാണെന്ന് പറയാൻ പാടില്ല. അത് നിങ്ങൾക്കുള്ള അനുഗ്രഹമല്ല. ഹല്ലേലൂയ. ഇവിടെ അവരെ ദൈവം എടുത്തിരിക്കുന്ന ദൈവജനമാണ്. അവര് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എതിരെ തിരിഞ്ഞിരിക്കുക. ദൈവം സ്വർഗത്തിൽ നിന്നും അന്നത്തെ പാപികളിൽ ഒന്നാമനായ പൗലോസിനെ വിളിച്ച് അന്ന് വരെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. ഇതിനെ ആ കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഞാൻ പറയുന്നതല്ല, തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഉലക സ്ഥാപനം മുതൽ റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലേ? ഞാൻ ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുക്കാം. റോമാലേഖനം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ പറയാണ് ഇംഗ്ലീഷിലൂടെ ഞാൻ വായിക്കാം. നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു എസ്റ്റാബ്ലിഷ് യു, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഉറപ്പിക്കുവാനായിട്ട്, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, എന്നിൽ കൂടെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം, ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, മറഞ്ഞിരുന്ന മർമ്മത്തിനൊത്തവണ്ണം എന്നിൽ കൂടെ വെളിപ്പെട്ട ആ സുവിശേഷം, വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലകം സ്ഥാപിക്കുമ്പോൾ മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതിക്കായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുക. എന്നിൽ കൂടി ആ അറിയിച്ചിരിക്കുന്ന സുവിശേഷത്തിലാണ് നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പോൾ പറയുന്നത്. ഇതിനു വേണ്ടി പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിരിക്കുക. മറ്റെല്ലാ ദൈവിക പദ്ധതികളും ഹോൾഡ് ചെയ്തിട്ട്, റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെയിം അൺ ടു ജെന്റൈൽസ്. യഹൂദന്റെ വീഴ്ച നിമിത്തം, അവൻ വീണു പോയത് കൊണ്ട് എല്ലാ പദ്ധതികളും ഹോൾഡ് ചെയ്തിട്ട് ജാതികളെ രക്ഷിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. ഹോൾഡ് ചെയ്തിട്ട് ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ അപ്പോസ്തലൻ, ഒരു പുതിയ പ്രോമിസ്, ഒരു പുതിയ ഉപദേശം, ഒരു പുതിയ വാഗ്ദത്തം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. മനസ്സിലായോ? ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ഇത് അറിയിക്കുവാനായിട്ടാണ് കൊരിന്തിൽ തന്നെ അയച്ചിരിക്കുന്നത്. ഇവിടാണ് പോളിനെതിരായിട്ട് അവരെ തിരിഞ്ഞിരിക്കുന്നത്. അവർ എതിർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടേക്ക് വരാം. എതിർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോളിനെതിരെ അവർ ദുഷിക്കുകയും എതിർ പറയുകയും ചെയ്തു. പ്രവൃത്തികൾ 18-ാം അധ്യായം 6-ാം വാക്യം. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട തീത്തോസ് യൂസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവിടെ അവന്റെ വീട് പള്ളിയോട് തൊട്ടടുത്തിരുന്നു. ഇവിടെ തന്നിലൂടെ ലോകത്തെ അറിയിക്കുന്നത്, ഈ കാലത്തിലെ പൗലോസ് അപ്പോസ്തലനോട് അറിയിക്കുന്നത് ഈ കാലഘട്ടത്തിലെ വീണ്ടെടുപ്പും ദൈവിക പദ്ധതിയുമാണ്. ഇവിടെ ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച് പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും അതിനെ തടയാൻ അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്മീക പക്വത എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലിയർ വാർഫെയർ അഗൈൻസ്റ്റ് സാത്താൻ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ 45,000-ലേറെ ഡിനോമിനേഷൻ ഇന്ന് കാണത്തില്ല. ഇന്ന് ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ സാത്താൻ വിഴുങ്ങിയിരിക്കുക. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ദിസ് ഈസ് ദ ഫാക്ട്.
കർത്താവിന്റെ വരവ് ഇന്നായാൽ, ഇന്ന് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യത്തെ അംഗീകരിക്കും. കാര്യം അതാണ് സത്യം. ഇന്ന് സാത്താൻ ഏറ്റവും ഉപയോഗിക്കുന്ന മാർഗം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു റിലീജിയസ് മാർഗത്തെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള ഭാഗത്ത് ഒരു ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഉപമ എടുത്ത് വായിക്കേണ്ടതാണ്, പക്ഷെങ്കിൽ അതിന് ഉള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം മുതലുള്ള ഭാഗമാണ്. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു വിടാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഈ കള വിതച്ചതുപോലെ സാത്താൻ ഈ കള വിതച്ചതുപോലെ ഒരു ഭയങ്കര കള വിതച്ചു. ആ കളയാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി ആയിട്ട് തല ഉയർത്തി ആ ആഡംബരത്തോട്, ആ പ്രൗഢ ഗംഭീരത്തോട് തല പൊക്കി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയാണ്. എനിക്കറിയാം ഇതിനെതിരായിട്ട് പലരും ഒരു പക്ഷെങ്കിൽ സംസാരിച്ചേക്കും. ആര് സംസാരിച്ചാലും, ഇതിന് എതിരായിട്ട് ജീവൻ കൊടുക്കേണ്ടെന്ന് വന്നാലും അതിന് സംസാരിക്കാനും അതിന് മുന്നിൽ നിൽക്കുവാനും ഞാനുണ്ട്. ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സംഭവിക്കുമെന്ന് പോളിന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അറിയാം ഇങ്ങനൊരു കാര്യം ഇവിടെ സംഭവിക്കും എന്നുള്ളത്. കാര്യം തൻ്റെ അടുക്കൽ എതിർത്തിട്ടുള്ളവരെ താൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. പോൾ പറഞ്ഞിട്ട് പോവുക. പോൾ പറയാ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ ഒരു സുവിശേഷമുണ്ട്, അതിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഇനി അതല്ല, നിങ്ങൾ വേറെ മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നശിച്ചു പോയാൽ ഞാൻ അതിന് കുറ്റക്കാരനല്ല. നിങ്ങളുടെ രക്തം എന്നോട് ദൈവം ചോദിക്കത്തില്ല. ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. എല്ലാം നിർത്തി നിർത്തി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു, ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പോളിന്റെ ഈ വിഷയത്തിലുള്ള ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഇന്ന് ചതിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി ചതിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. സത്യവചനത്തിലേക്ക് മടങ്ങി വരുവാൻ, യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് അനേകരുടെ കണ്ണ് തുറക്കട്ടെ. ഈ അന്ത്യകാലത്തെങ്കിലും കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുവാൻ ഒരു ചിലർ എഴുന്നേൽക്കട്ടെ. അതിനായിട്ട് നെഞ്ചും നെറ്റിയും കാണിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആയി നിൽക്കുവാൻ ധൈര്യം കാണിക്കുവാൻ ഒരു ചിലരെ കർത്താവ് ഉപയോഗിക്കട്ടെ, എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അടുത്ത ദിവസം അപ്പോസ്തല പ്രവൃത്തികളുടെ 6-ാമത്തെ ഭാഗം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. 7-ാമത്തെ വാക്യം മുതൽ മുന്നോട്ടുള്ള ദിവസം നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് പൗലോസിനെതിരായിട്ട് എതിര് പറയുകയും ദൂഷിക്കുകയും ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുന്നോട്ടുള്ള പോക്ക് അല്പം ദുർഘടമാകും. അതുകൊണ്ട് എന്താണ് ആ വിഷയമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ സഹായിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവം പ്രത്യേക കൃപ പകരട്ടെ.
ആത്മീക ഉത്തരവാദിത്തോടുകൂടി ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ അതിനുവേണ്ടി തുറക്കുകയും വിശാലത തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നതാണ്.